ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒത്തിരി നാളായി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചാനലിലോട്ട് വന്നിട്ട്. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി, അതായത് ഒരു കട്ടിപ്പത്തിരി എന്ന് പറയാം. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ കട്ടിപ്പത്തിരി എന്നാണ് പറയുക. കുറച്ച് കട്ടിയുള്ളൊരു പത്തിരി. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കപ്പ കൊണ്ടാണ് ഈ പത്തിരി തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. തേങ്ങ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അങ്ങനെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ കപ്പ കുറേശ്ശെയായിട്ട് ഇട്ടുകൊണ്ട്, വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ കപ്പ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ ആ കപ്പയും നമ്മുടെ ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ നമ്മൾ മാറ്റി വെച്ച ചുവന്നുള്ളി അരിഞ്ഞതുണ്ടല്ലോ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടി നമുക്ക് മുഴുവനായിട്ട് ഇടണ്ട, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം, ഈ കപ്പയിലുള്ള വെള്ളം തന്നെ കൂടുതലാണ്, വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് വെള്ളം ചേർക്കാതെ നമ്മൾ കപ്പ അരച്ചെടുത്തത്. അപ്പോൾ ഒരുപാട് ലൂസാണെങ്കിൽ നമുക്ക് അല്പം കൂടി നമ്മുടെ അരിപ്പൊടി എടുത്ത് കൊടുക്കാം. സാധാരണ ഞങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പുഴുങ്ങലരി ഉണ്ടല്ലോ, അത് പൊടിച്ചതുണ്ടാവും. അത് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ അല്പം ചേർത്തതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിയിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഇതിന് ഫ്ലേവർ. പ്രത്യേകിച്ച് നമ്മുടെ ഈ അപ്പത്തിന് കറി വേണ്ട ആവശ്യമില്ല, കറീൻ്റെ ആവശ്യമില്ല, അത്രയും ഫില്ലിങ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ഞാൻ ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കൊക്കെ അവൈലബിൾ ആണെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ ചേർക്കാം. ഞാൻ ക്യാരറ്റ് ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. പകുതി മതിയാവും, പകുതി നീര് മതിയാകും. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ചേർത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനാണ്. ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ വാഴയിലാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് നനച്ച്, കൈയൊന്ന് നനച്ച് ഇത്തിരി വെള്ളം കൊണ്ടൊന്ന് തടവിയതിന് ശേഷം അല്പം മാവ് എടുത്തിട്ട്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കപ്പ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് എടുത്തിട്ട് അല്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ മസാലക്കൂട്ടുണ്ടല്ലോ
അത് ഫില്ലിംഗ് ആയിട്ട് സെൻറ്ററിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ചുകൂടെ നമ്മുടെ മാവ് എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് പരത്തിയെടുക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ആ ഫില്ലിംഗ് ഒക്കെ കറക്റ്റ് ഇതിന് ഉള്ളിലായിട്ട് തന്നെ വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. കാരണം നമ്മുടെ മാവൊക്കെ അത്യാവശ്യം ലൂസായതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട്, നമ്മുടെ പത്തിരിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണ തടവി കൊടുത്തിട്ട് ഈ അപ്പം ചുട്ടെടുക്കണം. ഞാൻ അല്പം എണ്ണ തടവിയതിന് ശേഷം 2 എണ്ണം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇടുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഇടുന്നത് എന്തായാലും വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ വെള്ളം വാഴയിലയിൽ തടവിയത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടുപോരും. അങ്ങനെ നമുക്ക് ഈ പത്തിരി തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കത്തിച്ചാൽ മതി. ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളു വേവാതെ കരിഞ്ഞു പോവും. വളരെ കുറഞ്ഞാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പത്തിരി തയ്യാറാക്കിയെടുക്കാം. ഒരു ഭാഗം ഏകദേശം റെഡിയായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും 1, 2, 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പത്തിരി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇനി നമുക്കിതുകൊണ്ട് ചട്ടകം കൊണ്ട് നമുക്കൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഏകദേശം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചട്ടകം കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ട് നമ്മുടെ ഇവിടെ പത്തിരി ഏകദേശം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതായത് കപ്പയാണ്, അപ്പോൾ ഒരു വെറൈറ്റി ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫില്ലിങ് ഉണ്ടാകുമ്പോൾ തന്നെ വേറെ കറി വേണ്ട, ഇത് തന്നെ മതി. അപ്പോൾ കറി ഇല്ലാതെ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാം. പെട്ടെന്നെന്ന് വെച്ചാൽ ഇത്തിരി സമയം, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള സമയം വേണമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.